അള്ളാഹുവിന്റെ പരിശുദ്ധമായ അനുഗ്രഹത്താൽ വിശുദ്ധമായ മദീനയിലെത്തി അള്ളാഹുവിന്റെ പവിത്രമായ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലാനും മദനീയം നടത്താനും റബ്ബ് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. വളരെ പുണ്യമേറിയ ദിനരാത്രങ്ങളാണല്ലോ മുഅ്മിനീങ്ങളെ. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ വൽ ഫജ്രി വലയാലിൻ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. ഈ 10 രാവുകൾ അതേതാണ്? ഈ 10 ദിനരാത്രങ്ങൾ ഏതാണ്? അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ്. ഏറ്റവും പുണ്യമേറിയ ഹജ്ജ് എന്ന് പറയുന്ന അല്ലാഹുവിന് ഏറ്റവും വലിയ പവിത്രമായ റബ്ബ് നിർബന്ധമായി ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ആ പുണ്യമായ ഇബാദത്താകുന്ന ഹജ്ജ്, ആ ഹജ്ജിന്റെ ഏറ്റവും പുണ്യമേറിയ കർമ്മങ്ങൾ നടക്കുന്ന സമയവും സന്ദർഭവുമായതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളെല്ലാം ബഹുമാനിക്കലും ആദരിക്കലും ഖൽബിൽ ഈമാനുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും ആവശ്യമായ ഒരു കാര്യമാണ്. നമ്മൾ ആരും അതിലൊരു കുറവും വരുത്തരുത്. ഇൻഷാ അല്ലാഹ് ഈ ദിനരാത്രങ്ങൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ഇബാദത്തുകൾ ചെയ്യാനുള്ള രാവാണ് എന്ന് മനസ്സിലാക്കി കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനും അല്ലാഹുവിലേക്ക് അടുക്കാനും പാപമോചനത്തെ ചോദിക്കാനും അങ്ങനെ വിശുദ്ധമായ ഹജ്ജിന്റെ പുണ്യമായ കർമ്മങ്ങളിൽ പെടുന്നവരങ്ങനെ ഇനി ഹജ്ജിലേക്ക് വരാൻ കഴിയാത്തവർ നാടുകളിലിരുന്ന് ആ പുണ്യമായ ദിനരാത്രങ്ങളെ ബഹുമാനിക്കുമ്പോൾ ആദരിക്കുമ്പോൾ അവർക്കും അതിന്റെ ഗുണങ്ങൾ അല്ലാഹു നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് വൈകാത്ത ഭാവിയിൽ എന്നെയും പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് എത്തിക്കണേ റബ്ബേ എന്നുള്ള ദുആകളുമായി കഴിഞ്ഞുകൂടേണ്ട നല്ല പുണ്യമായ ദിനരാത്രങ്ങളാണ്. എല്ലാ മഹാന്മാരും എല്ലാ ഔലിയാക്കളും എല്ലാ സ്വാലിഹീങ്ങളും എല്ലാ മഹാന്മാരായ അംബിയാ മുർസലീങ്ങളുടെ കാലഘട്ടം മുതൽ എല്ലാവരും വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു വരുന്ന ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. അൽഹംദുലില്ലാഹ്. ഒന്നാമത്തെ രാവിൽ തന്നെ പരിശുദ്ധമായ മദീനയിൽ വെച്ച് ഇങ്ങനെ ഒരു മജ്ലിസ് നടത്താനും അതിൽ നമുക്ക് പവിത്രമായ ദുൽഹിജ്ജയിലെ ഒന്നാമത്തെ രാവിൽ പങ്കെടുക്കുവാനും നമുക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. എല്ലാം കൊണ്ടും ധന്യമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ദുആഇന് ഇജാബത്ത് കിട്ടാൻ ചില കാരണങ്ങളുണ്ടല്ലോ. ആ കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ്, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദുൽഹിജ്ജയുടെ പവിത്രമായ രാവാവുക. അതെ, ഒരു ദുആഇന് ഇജാബത്ത് ലഭിക്കുമ്പോ പവിത്രമായ ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദുആഇന് പ്രത്യേകമായ ഇജാബത്തുണ്ട്. അത് നമ്മിലേക്ക് ഒത്തുവന്ന സമയം. അതുപോലെ തന്നെ പരിശുദ്ധമായ പവിത്രമായ നല്ല നല്ല രാത്രികൾ സമയങ്ങൾ, ആ സമയത്ത് ഒത്തുവന്ന സമയം. അതുപോലെ തന്നെ പരിശുദ്ധമായ മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്നതാണെങ്കിലോ പരിശുദ്ധമായ പുണ്യമായ ലോകത്തെ ഏറ്റവും പവിത്രമായ മണ്ണാകുന്ന മദീനയുടെ മണ്ണിൽ വെച്ചുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്. അതും പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി യാത്ര വന്ന സമയത്ത് ആണ് എന്നതും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്, ദിക്റാണ്, സ്വലാത്താണ്. അപ്പൊ നല്ല നല്ല സമയങ്ങളിൽ ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ ഒന്നിച്ച് നാഥനായ റബ്ബിലേക്ക് കൈകൾ നീട്ടുമ്പോ അല്ലാഹു ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ തട്ടിക്കളയാതെ നമ്മളെ സ്വീകരിക്കുമെന്ന കാര്യം ഇൻഷാ അല്ലാഹ് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആരും നഷ്ടപ്പെടുത്തരുത്. ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും നിങ്ങൾ മദനീയത്തിൽ വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുകയും ഓരോ ദുആഇനും ആത്മാർത്ഥമായി ആമീൻ പറയുകയും ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖിനാലെ നമുക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യണം. ഇപ്രാവശ്യവും ഉദ്ദേശിച്ച ഒരുപാട് ആളുകൾക്ക് ഈ പവിത്രമായ മണ്ണിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിയാളമുണ്ടായാൽ യാതൊരു സംശയവുമില്ല ഈ മണ്ണിലെത്തിയിരിക്കുക തന്നെ ചെയ്യും. ഹജ്ജ് അല്ലാഹു നമുക്കേകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദിനരാത്രങ്ങളിൽ
അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനോട് അതിനു വേണ്ടി ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി നമുക്ക് ദുആ ചെയ്യണം. ഏതെങ്കിലും ഒരു ദുആ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ ദുആ സ്വീകരിച്ചതാണ് സാധുവായി വിനീതന് ഈ വിശുദ്ധമായ ഹജ്ജിലേക്ക് യാത്ര തിരിക്കാൻ സാധിച്ചത്. നമ്മൾ മദനിയത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹു ഏതോ ഒരു ഉമ്മയുടെ അല്ലെങ്കിൽ ഏതൊരു മുത്തു മുഅ്മിനീങ്ങളുടെ ധാരാളം മുഅ്മിനാത്തുകളുടെ മുഅ്മിനീങ്ങളുടെ ബീവിമാരുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. സദാത്തുക്കളുടെ പിഞ്ചുമക്കളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ ദുആ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു യാത്രയുണ്ടായത്. പലർക്കും വിചാരിച്ച പലർക്കും വരാൻ വേണ്ടി കഴിയാതെ നാടുകളിൽ വലിയ വിഷമത്തോടെ കഴിയുകയാണ്. വലിയ ഉസ്താദുമാർ അവരുടെ കൂട്ടത്തിലുണ്ട്, വലിയ സാദാത്തുക്കളുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും പുണ്യമേറിയ മദീനയിൽ വെച്ച് മദനീയം കുടുംബത്തിന് എല്ലാ സമയവും ദുആ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി തിങ്കളാഴ്ച രാവായത് കൊണ്ട് തന്നെ ഉറക്ക് ഒഴിവാക്കി. ആ ഉറക്ക് ഇന്ന് പകലാണ് ഞാൻ ഉറങ്ങി തീർത്തത് അൽഹംദുലില്ലാഹ്. പക്ഷേ ഇന്നലെ രാത്രി പൂർണ്ണമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെലവഴിച്ചു. ഒരുപാട് സമയം മദനീയം കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇനിയും റബ്ബിനോട് ധാരാളം ദുആ ചെയ്യും. രാത്രി സമയങ്ങളിലൊക്കെയും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഇന്നത്തെ രാത്രിയിൽ സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിൽ ചെലവഴിക്കണം. അവിടെ വെച്ചും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഒരാളെയും മറക്കൂല. മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ഇൻഷാ അല്ലാഹ് റബ്ബ് നമുക്കെല്ലാ ഖൈറിന്റെ വഴികളും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും മദനിയത്തിൽ